എന്തൊരു തിരിച്ചവരുടെ കഥയാണെന്ന് അർജന്റീനയ്ക്ക് പറയാനുള്ളത്. എന്നാൽ അത് കംപ്ലീറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മറുപടി അല്ല എന്ന് തന്നെയാണ്. അവിടെയാണ് ഒരുപാട് ദുരൂഹതയുള്ളത്. അവിടെയാണ് കള്ളത്തരങ്ങൾ മറഞ്ഞിരിക്കുന്നത്. അതെ, കള്ളത്തരങ്ങൾ തുടരും. മത്സരം 2-0 ഈജിപ്ത് മുന്നിൽ നിൽക്കുകയായിരുന്നു. പെനാൾട്ടി മിസ് ചെയ്തതിന് അയാൾക്ക് ലഭിക്കാൻ പോകുന്ന കല്ലേറുകൾ ചിന്തിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. കൂടെ നിഷേധിക്കപ്പെട്ട ഗോളിൻ്റെ പക സീക്കോ തീർക്കുന്നത് ജേഴ്സി സെലിബ്രേഷനും അപ്പുറമായിരുന്നു. അതെ, മെസ്സി തിരിച്ചു വരണം, അർജന്റീന സമനില നേടണം, മനസ്സങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്ന സമയം അതെ റൊമേരിയുടെ ആദ്യ ഗോൾ വരുന്നുണ്ട്. ശേഷം അറ്റ്ലാന്റിക്കിൽ മെസ്സി എന്ന ഫുട്ബോളിൻ്റെ ദൈവം ഉടയോൻ അവതരിക്കുകയാണ്. അതെ, അയാളുടെ അല്ലെങ്കിൽ പിന്നെ ആരിലൂടെയാണ് അർജന്റീന ഉയർത്തി നിൽക്കേണ്ടത്. പക്ഷേ ഇന്നോളം കേട്ട കഥകളെല്ലാം കെട്ടുകഥയായിരുന്നു എന്ന് വിശ്വസിച്ച എന്നെ പോലും ചിന്തിപ്പിച്ചാണ് എല്ലാം അവസാനിപ്പിക്കുന്നത്. മുന്നേ പറഞ്ഞ ഈജിപ്തിൻ്റെ മനോഹരമായ ആ കൗണ്ടർ ഗോൾ നിഷേധിക്കപ്പെടുന്നത് അതിൻ്റെ തുടക്കത്തിലെ ആ ഒരു ഫൗളിലാണ്. അതെ, തീർത്തും ലിസാൻഡ്രയുടെ കാലിൽ ചവിട്ടുന്നുണ്ട് അത്. പക്ഷേ അർജന്റീനയുടെ വിജയ ഗോളോ മാർട്ടിനസിൻ്റെ ക്രോസും എൻസ്റ്റോയുടെ ഷൂർ ഹെഡും വരുന്നതിന് മുന്നേ എന്താണ് സംഭവിക്കുന്നത്? അർജന്റീനയുടെ ബോക്സിൽ നടന്ന 2 സംഭവങ്ങൾ. ഒന്ന്, സെക്കൻഡ് ബോൾ വിൻ ചെയ്യാൻ സാധ്യതയുള്ള ഈജിപ്ഷ്യൻ പ്ലെയറെ വലിച്ചിടുന്ന കാഴ്ചയുണ്ട്. സലയെ ചെയ്ത ഇൻ്റർസെപ്റ്റ് ഫൗൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗോൾ അർജന്റീന മറുപുറത്ത് നേടിക്കഴിഞ്ഞു. ഒരുപക്ഷെ വാറ് പോയാൽ ഫൗൾ നൽകേണ്ടി വരും. അപ്പോൾ അർജന്റീനയ്ക്കെതിരെ ഒരു പെനാൾട്ടി ഇഷ്യൂ ചെയ്യേണ്ടി വരും. പക്ഷേ അതെല്ലാം നിഷേധിക്കപ്പെടുന്നുണ്ട്. ഫുട്ബോളിൽ ഇത്തരം സംഭവങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കണം. വിവാദ ഗോളുകൾ വരണം, ഓഫ്സൈഡ് ഗോളുകൾ വരണം. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു മനുഷ്യ ഫുട്ബോൾ ഇക്കാലവും സഞ്ചരിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നത് ടെക്നിക്കലി ഫീച്ചേർഡ് ഫുട്ബോളാണ്. അതുകൊണ്ടാണ് ഇവിടെ ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നതും ചോദ്യങ്ങൾ ഉയരുന്നതും. അർജന്റീനയ്ക്ക് ഒരു നിയമവും മറ്റു ടീമുകൾക്ക് വേറെയും എന്നൊരു വാദം എനിക്ക് ലെവലേശം പോലുമില്ല. പക്ഷേ അർജന്റീനയുടെ കളികളിൽ മാത്രം ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുന്നു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഈജിപ്ത് കീപ്പർ 2 തവണ നിലത്ത് വരുന്നുണ്ട്, വിഷ്വലില്ല. ലിസാൻഡ്രോ സർവ്വസമയം സലയെ പിടിച്ചു വെക്കുന്നുണ്ട്. ആദ്യ മിനിറ്റുകളിൽ കൗണ്ടർ തടയുന്ന ടാക്കിൾ ഫേക്ക് കാർഡ് പോലും എടുക്കുന്നില്ല. പലപ്പോഴും അർജന്റീന ചെയ്ത ഫൗളുകൾ പലരും കാണുന്നില്ല, കണ്ടു നടിക്കുന്നില്ല. ഗുണ്ടാകളി കളിച്ചാലും കാർഡ് പുറത്തെടുക്കാറില്ല. അർജന്റീന ചെയ്യുന്ന ഫൗളുകൾക്ക് റീപ്ലേ പോലും ഉണ്ടാകാറില്ല. അനുകൂല സാഹചര്യമായാൽ ചിലപ്പോൾ ഉണ്ടാകും. ഓഫ് സൈഡ് ട്രാക്ക് ലേറ്റ് ആവാറുണ്ട്. അങ്ങനെ പല അത്ഭുതങ്ങളാണ്. പോർച്ചുഗലിനെതിരെ റഫറി നിഷേധിച്ച ആ ഗോളിന് ശേഷം മോഡിച്ചിൻ്റെ ഒരു ചിരിയുണ്ട്. ഇന്നത് സലയുടെ മുഖത്തും കണ്ടു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അത് വിർജിൽ വാൻ ഡീക്കിൻ്റെ മുഖത്തായിരുന്നു. ഓസ്ട്രിയക്കെതിരെ മെസ്സി അടിച്ച ഒരു ഗോളുണ്ട്, എന്നെ അങ്ങ് ബണ്ണാബിയിലേക്ക് എത്തിച്ച ആ സുന്ദരമായ ഗോൾ. പക്ഷേ ആ ഗോൾ ആരംഭിക്കുന്നത് ഒരു ഫൗൾ കൊണ്ടാണ്. അതിൻ്റെ റീപ്ലേകളോ മത്സരത്തിൻ്റെ ഹൈലൈറ്റോ ഞാൻ എവിടെയും പൂർണ്ണമായി കണ്ടിട്ടില്ല. അതെ, അർജന്റീന വിജയിക്കാണ് ഏറ്റവും കോമ്പറ്റീറ്റീവായ മത്സരം വിജയിച്ചുകൊണ്ട്, അതും 2 ഗോളുകൾക്ക് പുറകെ നിന്നിട്ട് പോലും. പക്ഷേ വേൾഡ് കപ്പിലെ കള്ളത്തരങ്ങൾ എന്നൊരു തലക്കെട്ടുമായി അവർ യാത്ര തുടരുകയാണ്. അർജന്റീന വിരോധിയാണ് എന്ന് തന്നെ മുദ്ര കുത്താൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പക്ഷേ സത്യം എത്ര മൂടി വെച്ചാലും ചില കണക്കുകൾ അങ്ങനെ മുന്നിൽ തെളിഞ്ഞു വരും. 2022 എനിക്ക് ലെവലേശം പോലും സംശയമുണ്ടായിരുന്നില്ല മെസ്സിയെ പോലും. അതുകൊണ്ടാണ് മെസ്സി ആരാധകനായും അർജന്റീന ആരാധകനല്ലാതെയും തുടരാൻ എനിക്ക് സാധിക്കുന്നത്. എനിക്കതിന് കഴിയുന്നുണ്ട്. ഇനിയും കള്ളത്തരങ്ങൾ ആരംഭിക്കണം, ഇല്ലെങ്കിൽ കള്ളങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം.